നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര സേനാനിയുമായ വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലാണ് അറിയപ്പെട്ടത്. 1908 ജാനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ കായി അബ്ദുറഹ്മാൻ്റെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായി ജനിച്ചു. 1982 ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. ഓരോ മലയാളിയുടെയും മനസ്സിൽ ഇടം പിടിച്ച ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ ഇദ്ദേഹം 1994 ജൂലൈ 5 ഈ ലോകത്തോട് വിട പറഞ്ഞു. ബഷീർ കൃതികളിലെ ഏതാനും ചില കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. നിങ്ങൾ എത്തിയോ? ഞാൻ വരെ ഇത്തിരി വൈകിപ്പോയിട്ടോ. ഒന്നും വിചാരിക്കരുതേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? എന്നെ മനസ്സിലായില്ല? ഞാൻ സൈനബ. അതെ, മുച്ചീട്ടു കളിക്കാരന്റെ മകൾ സൈനബ തന്നെ. കത്തിരി ചുറ്റു വിളണ്ട് വരുന്ന കളി കാട്ടുമ്മ. എല്ലാരും ഉണ്ടല്ലോ. എന്തേനു കാര്യം? തന്നെ അല്ല, നിങ്ങളിന്റെ ആടിന് കഞ്ഞോളം കൊട്ടീനോ? ഓളൊരു കഞ്ഞോളം. അന്റെ ആടെ ഇവിടുള്ള പുസ്തകവും കടലാസും സകലമാന ചണ്ടിപ്പണ്ടാരങ്ങളും തിന്നു തീർത്തു. ഇനിയിപ്പം കഞ്ഞോളില്ലാഞ്ഞിട്ടാ. പെരയിലൊരു 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയിലാ ഓളൊരാട്. നിങ്ങളിപ്പോ എന്തും പറഞ്ഞോടി. ഇന്റെ ആടൊന്ന് പെറ്റോട്ടെ, അപ്പൊ കാണാ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോളെ.